എന്തൊരു പരിപാടി മക്കളെ. അങ്ങനെ കാലത്ത് ഒരു 6 മണിക്ക് കഴിഞ്ഞിട്ട് 6 മണിക്ക് കഴിഞ്ഞിട്ട് നല്ലതാണ്. അപ്പോൾ വീണ്ടും കിടന്നു. പിന്നെ 8 മണിക്ക് എനിക്കണം. അങ്ങനെ പെട്രോൾ പമ്പിലത്തെ ആൾക്കാർ പറഞ്ഞു ഞാൻ പോകാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ചായ കുടിച്ചിട്ട് പോവാ, മോൻ പോണ വഴിക്ക് കഴിഞ്ഞ് കയറ്റ് ഇറക്കണ്ട്, നല്ല കയറ്റുണ്ട്, നല്ല ഇറക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ വണ്ടി എടുത്ത് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വെച്ചിരുന്നപ്പോൾ നിർത്തിയപ്പോൾ നോക്കുമ്പോൾ വരെ ഞാൻ ഗാസി ഭാഷ നമുക്ക് അതിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല, ഇവർ പറഞ്ഞ് നിൽക്കും മനസ്സിലാവില്ല. അങ്ങനെ എന്തോ ആകെ ഉള്ളത് ഈ സാധനം ഇത് പറഞ്ഞു കഴിച്ചു നോക്കുമ്പോൾ 70 രൂപേൻ്റെ ബോധം പോയി. എന്തെന്നാ പറയുക, കിട്ടിയില്ല പണി രാവിലെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പൂവ് കഴിക്കാൻ നല്ല വെറൈറ്റി കാഴ്ചകളാട്ടോ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ. ഇതൊരു ഹില്ല് കയറി ഇറങ്ങും അങ്ങനത്തെ പരിപാടിയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഷിലോങ് പോണ വഴിക്കൊക്കെ ഇങ്ങനത്തെയാണ് കൂടുതൽ കടകൾ. ഇങ്ങനെ കുറേ ഫ്രൂട്ട്സ് അവിടെ ഉണ്ടാവും. ഒരുമാതിരി വൃത്തിയുടെ വില കേട്ടോ. ഇവരോട് നമ്മൾ ഡിസ്കൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊരു വികാരമില്ല. ഇവർ നമ്മളിപ്പോൾ ആൾക്കാർ പോകുമ്പോൾ വിളിച്ച് വരുത്തുക അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾ വാങ്ങുക, വേണമെങ്കിൽ പോവുക. ആ റോഡ് മാത്രമല്ല, ഒരു വികാരമില്ലാത്ത ടൈപ്പ് ആൾക്കാർക്കും മനസ്സിലാവില്ല ഇവർ കണ്ടിട്ട്. അങ്ങനെ പിന്നെ ഒരു അറക്കം കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണ്. പക്ഷെ അത്ര സുഖം എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര നേരം കയറ്റിയിട്ടാണ് ഒരു ഇറക്കം കിട്ടണം. അതും കൂടി ഉണ്ട് വ്യത്യാസം. അങ്ങനെ ഇറക്കം വെച്ച് പിടിക്കുന്നേ. അങ്ങനെ ഷിലോങ്ങിക്ക് അത്യാവശ്യം ദൂരം ഉണ്ട്. ഇനി 2 ദിവസം കൂടി പിടിക്കുന്നു തോന്നുന്നുണ്ട്. പൂവ് കഴിക്കാൻ കഴിഞ്ഞാൽ കുറേ വെള്ളച്ചാട്ടം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. നല്ല രസം കാണാൻ. കുറേ നേരമൊക്കെ അവിടെ നിൽക്കും. പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ ടെൻറ്റ് അടിക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല. ഒരു പെട്രോൾ പമ്പ് ഇട്ട് ചോദിച്ചു, അയാൾ സെറ്റാക്കിയിരുന്നു. അങ്ങനെ ഇവിടെ മോഡിഫിക്കേഷൻ ഒന്നും ഒരു കുഴപ്പമില്ല. വണ്ടികളൊക്കെ ഉണ്ടല്ലേ, നല്ല പെടപ്പണയൊക്കെ കൊണ്ടു നടക്കുക. നമ്മുടെ നാട്ടിലത്തെ പോലെ നല്ല കേട്ടോ. അങ്ങനെ ടെൻ്റ് അടിച്ച് കഴിഞ്ഞ വഴിക്കുന്ന മഴ പെയ്തു കുറച്ച് കഴിയുമ്പോഴേക്കും 10 മിനിറ്റുള്ളൂ. പക്ഷെ നല്ല മഴ പെയ്തു. അങ്ങനെ മഴ പെയ്ത് ഞാൻ ടെൻറ്റിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് വിളിച്ചു കൊടുക്കുക, നീ ഇന്ന് ചോറുണ്ടാക്കുന്ന ഭക്ഷണം പുറമൊന്നും കഴിക്കണം, ഞാൻ സെറ്റാക്കിയത്. ഞാൻ ഒരു 6 സൈഡിൻ്റെ വണ്ടി കടായി എടുക്കുക. അപ്പോൾ ഞാനാണ് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കണേ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ കമ്പനിക്കാരില്ല, നീ നിനക്ക് ഞാൻ ഭക്ഷണം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. ഭക്ഷണം കിട്ടി കഴിയുമ്പോൾ ഇതിൻ്റെ വലുതായിട്ട് ഒന്നുമില്ലല്ലോ. അങ്ങനെ ആളോട് കുറേ നേരം കഥകളൊക്കെ പറഞ്ഞു, ആളുടെ വിശേഷമൊക്കെ പറഞ്ഞു. ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ വണ്ടി കേടായിട്ട് 6 ദിവസമായിട്ടിരിക്കുക. ആളുടെ ഫാമിലിയിലത്തെ മോനൊക്കെ നാട്ടിലേക്ക് വരുന്നത്, ലീവിന് വരുന്ന ദിവസം ആൾക്ക് 5 ദിവസം ആ വണ്ടി കൊണ്ടുപോയി പോകാനും പറ്റില്ല. അങ്ങനത്തെ ശരിക്കും പറ്റൂ. അങ്ങനെ ആളുടെ കുറേ വിഷമങ്ങളൊക്കെ പറഞ്ഞു. ആളെ ജാസാമിൽ ഗുവാഹട്ടിയിലുണ്ട് സ്ഥലം. അങ്ങനെ ആളുടെ വക ഫുഡും നല്ല മുട്ടക്കറിയും ചോറും പിന്നെ എന്നിട്ട് ഉണക്കമീൻ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നു കേട്ടോ. ഭയങ്കര സ്നേഹമായിരുന്നു ആൾക്ക്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ആളുടെ മക്കളെ കാണുന്നുള്ള ഇതിലാണ് ഇരിക്കുന്നതാണ്. അങ്ങനെ വേഗം പോകാൻ നേരത്തിന് വണ്ടി കേടായി. അങ്ങനെ 6 ദിവസമായിട്ട് പോയിട്ടാണ്. മക്കളാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചക്ക് വന്നിട്ടില്ല, 2 ദിവസം കൂടി ഉണ്ട്. 2 ദിവസത്തിനുള്ളിൽ പോകാനും പറ്റില്ല എന്ന് പറയുന്ന ആളാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക, പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛന്മാർക്കും ഉണ്ടാവില്ല മക്കളെ കാണണം എന്നുള്ള വിഷമം. ആൾ കുറേ കഥകളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്താ പോലെ 2 വീഡിയോ കോൾ വിളിച്ചിട്ട് ആളെ എല്ലാവരെയും കാണിച്ചു തരിക. അങ്ങനത്തെ പരിപാടിക്ക് കിടന്നിട്ട് എന്നോട് പറഞ്ഞു ഗുവാഹട്ടിക്ക് വരുമ്പോൾ നിങ്ങൾ എന്തായാലും വരണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് വീട്ടിലേക്ക്. അങ്ങനെ ആളുടെ സ്നേഹ സമ്മാനമായിട്ട് ഒരു പിടി ചോറ് കണ്ടില്ലേ, വയറ് നിറച്ച് ചോറുണ്ട്. അങ്ങനെ സെറ്റായി. അങ്ങനെ ആൾ കിടക്കാൻ പോകുന്ന പറഞ്ഞു, ഞാനും കിടക്കാനുള്ള പരിപാടി. അങ്ങനെ കുറച്ച് എൻ്റെ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ കുതിച്ചിട്ട് എണീറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കഴിഞ്ഞാൽ ഫുള്ള് കോട, 5 കളി. പെട്രോൾ പമ്പിൽ നിറച്ച് കോട, ഇത്രയും ഉണ്ടാവുന്നില്ല. പിന്നെ അവിടെ തണവിൻ്റെ 5 കളി. പിന്നെ നോക്കിയില്ല, വേഗം 10 കൂടി കിടന്നു തുടങ്ങി.